Hey, what is up? This is Astro here from Technotics Malayalam. And in this video, I will tell you Appleന company കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് ഫാക്ട്സും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫാക്ട്സ് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഓക്കെ Appleന കമ്പനി ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിന്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ തരത്തിലുള്ള ക്രൈസിസിലൂടെയൊക്കെയാണ് ആപ്പിൾ പോയത്, അങ്ങനത്തെ കുറച്ചായിട്ടുള്ള വിയർഡ് ഫാക്ട്സും അതേപോലെ തന്നെ കുറച്ച് അമേസിംഗ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിന് നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1976 നമ്മൾ ഈ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഫോം ആവുന്ന സമയത്ത് ഇതിന്റെ പേര് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻകോർപ്പറേറ്റഡ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്, അതേപോലെ റൊണാൾഡ് വെയ് എന്ന 3 ആൾക്കാരാണ് ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തത്. എന്നാൽ കമ്പനി തുടങ്ങി 2 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ റൊണാൾഡ് വെയ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അയാളുടെ 10% കമ്പനി ഉണ്ടായിരുന്ന സ്റ്റോക്ക് $800 വിറ്റിട്ട് അയാൾ കമ്പനി ലെഫ്റ്റ് അടിച്ചു. ബട്ട് ഈ ലെഫ്റ്റ് അടിച്ച ശേഷം ഇന്നത്തെ പ്രസന്റ് വാല്യുവേഷനിൽ ആ $10, അതായത് 10% സ്റ്റേക്ക് എന്നാൽ $800 കൊടുത്ത $800 കൊടുത്ത ആ ഒരു സ്റ്റേക്കിന്റെ ഇന്നത്തെ കറന്റ് വാല്യുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $60 ബില്യൺ ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ എന്ന കമ്പനിയുടെ ഒരു 3 കോ ഫൗണ്ടേഴ്സിൽ ഒരാളായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആപ്പിളിൽ നിന്ന് ഇതായിട്ട് ഈ സ്റ്റീവ് ജോബ്സ് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഇതിൽ ബോർഡ് മെമ്പേഴ്സിന്റെ ഇതിൽ വന്നതും ആ ഒരു ബോർഡ് മെമ്പേഴ്സ് എടുത്ത ഡിസിഷൻ്റെ അകത്ത് നമുക്ക് സ്റ്റീവ് ജോബ്സിന്റെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതായത് ആപ്പിൾ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സിനെ തന്നെ ആ കമ്പനിയിൽ നിന്ന് ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്റ്റീവ് ജോബ്സ് പുറത്തായതിനു ശേഷം സ്റ്റീവ് ജോബ്സ് വെറുതെ ഇരുന്നില്ല. അപ്പോൾ സ്റ്റീവ് ജോബ്സ് തുടങ്ങി വേറൊരു കമ്പനിയായിരുന്നു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റീവ് ജോബ്സ് തുടങ്ങിയ കമ്പനി വളരെയധികം ഫേമസ് ആക്കി. അവർ കുറേയധികം മാക്കോസിന്റെ ഇനിഷ്യൽ വേർഷൻ അതേപോലെ തന്നെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കുകയും അത് വളരെയധികം സക്സസ് ആയി. അത് ആപ്പിളിന് ആ ഒരു സ്റ്റീവ് ജോബ്സ് പോയ സമയത്ത് ആപ്പിൾ വലിയൊരു ക്രൈസിസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സ്റ്റീവ് ജോബ്സ് തുടങ്ങിയ കമ്പനി വളരെയധികം ഫേമസ് ആവുകയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവരുടെ കമ്പ്യൂട്ടേഴ്സ് നെക്സ്റ്റിന്റെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വളരെയധികം സെല്ലാവുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആപ്പിൾ തന്നെ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിനെ അക്വയർ ചെയ്യുകയും തിരിച്ച് ബോർഡ് ഓഫ് മെമ്പേഴ്സിലേക്ക് സ്റ്റീവ് ജോബ്സ് വരികയും ഫോർമർ CEO ആയിട്ട് വരികയും കോ ഫൗണ്ടേഴ്സിന്റെ ഇതിലേക്ക് തിരിച്ച് സ്റ്റീവ് ജോബ്സ് വരികയും ചെയ്തു. അപ്പോൾ സ്റ്റീവ് ജോബ്സ് തിരിച്ച് ആപ്പിൾ എന്ന കമ്പനിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ എംപ്ലോയി നമ്പേഴ്സ് ഉണ്ട്, ഓരോ എംപ്ലോയീസിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റീവ് വോസ്നിയാക്കും സ്റ്റീവ് ജോബ്സും ആയിരുന്നു 1 and 2 പൊസിഷനിലായിരുന്നു. പക്ഷെ നമ്പർ 1 അതായത് എംപ്ലോയി നമ്പർ 1 എന്ന ആ ഒരു ടാഗ് കിട്ടിയത് സ്റ്റീവ് വോസ്നിയാക്കിനായിരുന്നു. അപ്പോൾ സ്റ്റീവ് ജോബ്സ് അത്ര രസമുള്ള കാര്യമായിട്ട് തോന്നില്ല. അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി സ്റ്റീവ് വോസ്നിയാക്കിന് ഈ ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിന് മാറ്റാൻ പറ്റില്ല, അങ്ങനെ സിറ്റുവേഷനിലായിരുന്നുള്ളത്. അപ്പോൾ സ്റ്റീവ് ജോബ്സ് ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ട് വിയർഡ് കാര്യമാണ്. ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നമ്പർ 2 എന്തായാലും പറ്റില്ല, എനിക്ക് വേണ്ടത് എന്താണ് എംപ്ലോയി നമ്പർ 0 തന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആപ്പിൾ എന്ന കമ്പനിയിൽ എംപ്ലോയി നമ്പർ 0 ഒരു എംപ്ലോയി ആണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിളിന്റെ ഇനീഷ്യൽ ലോഗോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി തുടങ്ങിയ സമയത്ത് അവരുടെ ലോഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇടയായ ഒരു സിനേറിയോ, അതായത് നമ്മുടെ ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന് താഴെ നിൽക്കുന്ന ഒരു ആപ്പിൾ വീഴാൻ വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബിയർ ബോട്ടിലൊക്കെ ഉള്ള ഒരു ലോഗോ പോലത്തെ ഒരു ലോഗോ ആണ് ആദ്യം ആപ്പിളിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ടെക്നിക്കലി നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ലോഗോ ആയിട്ട് നമ്മൾ ഈ ഒരു എംബഡ് ചെയ്യുന്നത് ഫോണിലേക്ക് എംബഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കരധികം കഷ്ടമുള്ള സിറ്റുവേഷൻ, അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കമ്പനി കുറേ അധികം ലോഗോ റിവിഷൻസിലൂടെ പോയി. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഡിസൈനിൽ കുറേ കളേഴ്സിൻ്റെ കോമ്പിനേഷനുള്ള ലോഗോ, പിന്നെ കുറേ 3D ലോഗോ, അങ്ങനെ കുറേ വന്നിട്ട് അവസാനം ഇപ്പോൾ ഇത് ഈ ഒരു ഫ്ലാറ്റ് ലോഗോയിലാണ് കമ്പനി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. macOS X അതേപോലെ തന്നെ iMac, iPod ഒക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അത്ര നാൾ കമ്പനീൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻകോർപ്പറേറ്റഡ് എന്നായിരുന്നു. എന്നാൽ ഈ iPod വന്ന സമയത്ത് കമ്പനീൻ്റെ ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഫുൾ ഇമേജ് മാറ്റിമറിച്ചുകൊണ്ട് വളരെയധികം പോപ്പുലർ ആയ ഒരു ഡിവൈസ് ആയിരുന്നു iPod. അപ്പോൾ ഈ iPod വന്നതിന് ശേഷം ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു പേര് ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഒരു നെയിമിലേക്ക് മാറി. ഇനി നമ്മൾ ആപ്പിളിൻ്റെ എല്ലാ കൊമേഴ്ഷ്യൽസ്, ആപ്പിളിൻ്റെ ലോഞ്ച് ഇവന്റ് ആയിക്കോട്ടെ, ഏതൊരു ഇവന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആപ്പിളിൻ്റെ ആ ഒരു ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ ടൈമിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ 9:41 AM എന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2007 ജനുവരി 7 or 6 ഈ നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഈ ഫസ്റ്റ് എവർ ഐഫോൺ, അതായത് iPhone 1 അൺവീൽ ചെയ്ത സമയമായിരുന്നു 9:41. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ ഐഫോണിൻ്റെയും കൊമേഴ്ഷ്യലിൻ്റെ ആഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോക്സ് ആയിക്കോട്ടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും 9:41 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ആപ്പിളിൻ്റെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനുള്ളൊരു വിയേർഡായ കാര്യം നമ്മൾ ഐട്യൂൺസിൻ്റെ എൻഡ് യൂസർ അഗ്രിമെന്റ് അല്ലെങ്കിൽ UL എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ലോസ് ആണ് ഈ ഐട്യൂൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബയോളജിക്കൽ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈൽസ് കാര്യങ്ങളൊന്നും ഡ്രഗ്സ് ഒന്നും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ ഒരു വിയർഡ് ആയിട്ടുള്ള ക്ലോസ് ആണ്. ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ കേസ് എടുത്തുകൊണ്ട് മാക്ബുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസിൻ്റെ കേസ് ഒക്കെ എടുത്ത് അവരുടെ അഗ്രിമെന്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഐട്യൂൺസിൻ്റെ അഗ്രിമെന്റിലാണ് ഇങ്ങനത്തെ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ ഐട്യൂൺസ് വെച്ച് എങ്ങനെയാണ് നമുക്ക് ബയോളജിക്കൽ വെപ്പൺസ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക? ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡൗട്ട്. അപ്പോൾ അതൊരു വിയർഡ് ആയ ക്ലോസ് ആണ്. ഇത് നമ്മൾ പറയാനുള്ള ആപ്പിൾ എന്ന കമ്പനിയുടെ റവന്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ദിവസം 1440 മിനിറ്റ് ആണുള്ളത്. എന്നാൽ ഒരു മിനിറ്റിൽ ആപ്പിൾ എന്ന കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതായത് റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 crores above ആണ്. അതായത് $300,000 ആണ് പെർ മിനിറ്റ് ആപ്പിൾ എന്ന കമ്പനിയുടെ റവന്യൂ.
ആപ്പിൾ നമുക്കറിയാത്ത ഒരു ഗെയിമിംഗ് കൺസോൾ ആയിരുന്നു ആപ്പിൾ പിപ്പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമിംഗ് കൺസോൾ അന്ന് കാലത്ത് സീഗർ അതുപോലെ നിന്റൻഡോ അതുപോലെ പ്ലേ സ്റ്റേഷൻ അതായത് പ്രസന്റ് എക്സ്ബോക്സും പ്ലേ സ്റ്റേഷനും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഇറക്കിയ ഒരു ആപ്പിളിന്റെ ഗെയിമിംഗ് കൺസോൾ ആയിരുന്നു ആപ്പിൾ പിപ്പിൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് മിസറബിളി ഫെയിൽ ആയി. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $599 എന്ന് പറഞ്ഞ ഡോളേഴ്സ് എന്ന് പറഞ്ഞ റേറ്റിലായിരുന്നു US ഈ ഒരു കോൺസോൾ ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു കോൺസോൾ ഇറങ്ങി അത്രയും വിലക്ക് അന്ന് കാലത്ത് അത്രയും വിലക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 18 ഗെയിംസ് മാത്രമായിരുന്നു ഈ ഒരു കോൺസോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പോരാതെ തന്നെ ഇതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. 42,000 കോപ്പീസ് മാത്രമാണ് അവർക്ക് ഈ ഒരു ആപ്പിൾ പിപ്പി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റിയത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് വരുന്നതാണ് സിറി. അപ്പോൾ സിറി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട ഈ ഗൂഗിൾ അസിസ്റ്റന്റിനെ പോലെ ആപ്പിളിന്റെ ഒരു വോയിസ് അസിസ്റ്റന്റ് ആണ് സിറി. ബട്ട് ഈ ഒരു സിറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2008 ആപ്പിൾ സ്റ്റോർ റിലീസ് ചെയ്തതിന് ശേഷം അവിടെ വന്നിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ആപ്പ് ആയിരുന്നു സിറി എന്നത്. ആൻഡ്രോയിഡ് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് അങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആയ ഒരു ആപ്പ് ആയിരുന്നു സിറി എന്നുള്ളത്. പക്ഷേ ലേറ്റർ ഓൺ ആപ്പിൾ ആ ഒരു സിറിനെ അക്വയർ ചെയ്യുകയും അവരുടെ പ്രൊപ്പറേറ്ററി ആയിട്ട് അവരുടെ ഓൺ വോയിസ് അസിസ്റ്റന്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയുമാണ് സിറി ചെയ്തിട്ടുള്ളത്. ഇനി സിറിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ഫാക്റ്റാണ് നമ്മൾ ഈ സിറിനോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നമ്മൾ എന്തോ കാര്യം സിറിനോട് ചോദിക്കുന്ന സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സിറിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആപ്പിളിന്റെ സെർവറിലേക്ക് ആ ഒരു സെൻഡ് ചെയ്യുകയും അതിനുശേഷം 2 വർഷം വരെ ആ ഒരു ഡാറ്റ അവരുടെ വെക്കുകയും അനലൈസ് ചെയ്യുകയും അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ചോദിക്കും നമ്മുടെ പ്രൈവസിക്ക് എതിരല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ കുറേയധികം ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ടിക്കടിച്ച് നോക്കാതെ വിടും, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് വിടും. ബട്ട് ആ സിറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവസാനമുള്ള ഒരു ക്ലോസിൻ്റെ അത് ഇത് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അതായത് ഈ ഒരു കാര്യങ്ങൾ 2 വർഷത്തിന് അവരുടെ സെർവറിൽ റിട്ടൈൻ ചെയ്യുന്നതായിരിക്കും, സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ എഗ്രി ചെയ്തിട്ടാണ് സിറി യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് കുറച്ച് ആപ്പിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സും കാര്യങ്ങളൊക്കെ. ആപ്പിളിനെ കുറിച്ച് ഞാൻ ഫാക്ട്സ് റിസർച്ച് ചെയ്ത് പോയപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ആപ്പിളിനെ കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരു ഫ്യൂച്ചർ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സും കാര്യങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആവേണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് 10-15 കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേയധികം കമ്പനീസ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനെ കുറേയധികം കമ്പനീസിനെ കുറിച്ചുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീണ്ടും കാണാം.